ഷാംസ് വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഈ ഒരു പുതുവർഷം അടിപൊളിയായിരിക്കട്ടെ എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, എനിക്ക് ഇത്തവണ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ. എന്താ പറയുക, പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഒന്ന് എനിക്ക് അപ്പവും അതുപോലെ എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് വൈബിളുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവളുമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്, രേഷ്മ. അപ്പോൾ നമുക്ക് ആ രണ്ട് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, എന്നാൽ എനിക്കത് ഒരുപാട് വലുതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഈ കയ്യിലെടുത്ത ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് വന്നിട്ട് അപ്പോൾ എനിക്ക് തന്നിട്ടുള്ളതാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട്. എന്തായാലും എനിക്കൊരു ബാഗ് വാങ്ങണം എന്ന് കരുതി നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അപ്പൂൻ്റെ മകൻ എനിക്ക് ഈ ബാഗ് മേടിച്ചു തന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം വലിയ ബാഗാണ്. എനിക്ക് ഡെയിലി അത്യാവശ്യം കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ. സോ എനിക്ക് വലിയ ബാഗ് തന്നെ വേണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങി തന്നെ, ഒരു ബ്ലാക്ക് ബാഗാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് വന്നിട്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടും കൂടെ കാണിച്ചു തരാം. അത് ഈ ബാഗിനുള്ളിലാണ് ഞാൻ വെച്ച്. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഈ ഐറ്റംസ് ആണ്. ഇതെനിക്ക് അവള് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടി നല്ല ക്യൂട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളതും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് കൂടെ എനിക്ക് ഒരു വിഷ് എഴുതിയിട്ടുണ്ട്, ഹാപ്പി ന്യൂ ഇയർ അമ്മു വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹഗ്സ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി. ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ, അവൾ തന്നതിലുള്ള ഒരെണ്ണം. പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ബാഗ് പിന്നെ ഞാനിപ്പോൾ അവൾക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാനൊരെണ്ണം എടുത്തതാ. ഇതിലുള്ളത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഇതൊരു മിനി ബുക്കാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ചെറിയ കുട്ടി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എന്താ പറയുക ഇതിന്, ഈ ഒരു ഐറ്റാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള പേജസ് ആണ്. നമുക്ക് ടു ഡു ലിസ്റ്റും കാര്യങ്ങളും നോട്ട്സ് ഒക്കെ ജസ്റ്റ് കുറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ വന്നിട്ടുള്ള ഒരു കുട്ടി ക്യൂട്ടായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നുമില്ല കേട്ടോ. പിന്നെ അവൾ എനിക്ക് തന്നിട്ടുള്ളത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതിൽ നിറയെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇടയ്ക്ക് ഒരു സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക് ഇതിൽ, വണ്ടി പോകുന്നതും. പിന്നെ ഇവിടെ മരത്തിൽ എന്തോ പക്ഷീൻ്റെ ഒരു സൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടി ഇതുപോലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ എന്തിനുള്ളതാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് കളർ പെൻസ് ആണ് കേട്ടോ. ഒരു ജെൽ കളേഴ്സ് ആണ് ഇത്. ഇത്രയും വന്നിട്ടുണ്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു രേഷ്മ എന്നാണ് കേട്ടോ അവളുടെ പേര്. അപ്പൊ ഇതും കൂടെ തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എനിക്കിതാ ക്രയോൺസ് ആണ്. ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പിക്ചേഴ്സ് പോലെയൊക്കെ ആക്കി വെക്കാനും ചില ഗിഫ്റ്റൊക്കെ ഞാൻ എന്താ പറയുക, നമ്മുടെ DIY ആയിട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും എനിക്ക് അവള് സെൻഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു മെയിൻ ഐറ്റം, വാങ്ങണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് അവൾ അറിഞ്ഞപ്പോൾ എനിക്ക് അവളങ്ങനെ സെൻഡ് ചെയ്ത് തന്നാണ്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ജേണലാണ്. ഇതൊരു ഫുൾ ഒരു ഇയറിനുള്ള ജേണൽ കേട്ടോ. ഞാൻ അങ്ങനെ ജേണലിംഗ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. പ്ലാനിങ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ ആ രീതിക്ക് ഞാൻ ഡയറിയിൽ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ജേണൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവളെനിക്ക് പറഞ്ഞു തന്നതും കാര്യങ്ങളൊക്കെ
അപ്പൊ ഇതാണ് ജേണൽ വന്നിട്ട് 1 ഇയർ നമുക്ക് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിലിതാ ഇത്രയും സ്റ്റിക്കേഴ്സ് ഇതിലുണ്ട്. ഇതെല്ലാം ഇതിലുള്ള സ്റ്റിക്കേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു 4-5 ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഈ ഒരു ഇയർ എനിക്ക് നല്ല കളർഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവളോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അവളും തന്നതിൽ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. എന്താ പറയുക, ഇനി ഇതൊക്കെ ഫില്ല് ചെയ്ത് തുടങ്ങണം. ഇന്ന് മുതൽ എനിക്ക് കുറച്ച് ബിസിയായ കാരണം ഞാനിത് സെറ്റാക്കിയിട്ടൊന്നുമില്ല. 30 or 31st എനിക്കിത് 30 ആണ് എനിക്കിത് കൈ കിട്ടിയത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹ്യൂജ് ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഗിഫ്റ്റ്സ് ഒന്നും നമുക്കങ്ങനെ ആരും തരാനും അങ്ങനെയൊന്നും അധികം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു കുട്ടി കാര്യമായാലും ഒരു പേപ്പർ പീസ് ആണെങ്കിലും തരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഇനിയിപ്പം ഞാൻ കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. എന്തായാലും എൻ്റെ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊല്ലം മുഴുവൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരു കാണിച്ചെന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വഴിയെ നമ്മുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.